Hello students, welcome to the class. Connected sets in complex plane. So suppose we have a complex plane C. Okay, this is our complex plane. This is our set S എന്ന് പറയുന്ന ഒരു സെറ്റ്. This is our set capital S. ഈ സെറ്റ് കണക്റ്റഡ് ആണ് എന്ന് പറയണമെങ്കിൽ the set is connected if we consider any two distinct points Z1 and Z2. Z1 and Z2 എന്ന് പറയുന്ന രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നു, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ കൺസിഡർ ചെയ്യുന്നു. ദെൻ അവരെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ മുഴുവനായിട്ടും ആ സെറ്റിൽ ഉണ്ടാവുമെങ്കിൽ നമുക്ക് ആ സെറ്റിനെ എന്ത് വിളിക്കാം? കണക്റ്റഡ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ രണ്ട് പോയിൻറ്റ്സ് Z1 ആൻഡ് Z2 നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇവരെ ജോയിൻ ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ നമുക്ക് ഇവിടെ പുറത്ത് പോകും അല്ലേ? അപ്പോൾ ഒറ്റ സ്ട്രൈറ്റ് ലൈൻ കൊണ്ട് ജോയിൻ ചെയ്യണമെന്നില്ല, പോളിഗണൽ സ്ട്രൈറ്റ് ലൈൻസ് കൊണ്ട് നമുക്ക് ആ പോയിൻറ്റ്സിനെ ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പോളിഗണൽ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്നത് ആ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സെറ്റിനെ കണക്റ്റഡ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സെറ്റ് കണക്റ്റഡ് ആവണമെങ്കിൽ ആ സെറ്റിനകത്തെ ഏത് രണ്ട് പോയിൻ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അവരെ ജോയിൻ ചെയ്യുന്ന ഒറ്റ ലൈൻ തന്നെ വേണമെന്നില്ല. ഒറ്റ ലൈൻ ഉണ്ടെങ്കിൽ അതും ശരിയാണ്, അല്ലെങ്കിൽ പോളിഗണൽ ലൈൻസ് ഉപയോഗിച്ച് നമുക്കതിനെ കണക്ട് ചെയ്യാൻ പറ്റുകയും ആ പോളിഗണൽ ലൈൻ മുഴുവനായിട്ട് നമ്മുടെ സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്താൽ ദാറ്റ് കൈൻഡ് ഓഫ് സെറ്റ്സ് ആർ കോൾഡ് കണക്റ്റഡ് സെറ്റ്സ്. ഓക്കെ, അപ്പോൾ സെറ്റ് ഈസ് കണക്റ്റഡ് മീൻസ് എനി ടു പോയിൻറ്റ്സ് Z1 and Z2 ക്യാൻ ബി ജോയിൻഡ് ബൈ പോളിഗണൽ ലൈൻ which lies exactly or entirely in that set. ആ സെറ്റിൽ തന്നെ ആ പോളിഗണൽ ലൈൻ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സെറ്റിനെ എന്ത് വിളിക്കുന്നു? കണക്റ്റഡ് സെറ്റ് എന്ന് വിളിക്കുന്നു. റൈറ്റ്. ഇനി നമ്മൾ എന്താണ് ഡൊമെയിൻ എന്ന് പറയാൻ പോകുന്നത്? ഡൊമെയിൻ നമ്മൾ സാധാരണ ഫംഗ്ഷൻ്റെ ഒരു ഡൊമെയിൻ പറയാറുണ്ട്, അതല്ല. കോംപ്ലെക്സ് പ്ലെയിനിൽ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻ ഓപ്പൺ കണക്റ്റഡ് സെറ്റ്. ആ സെറ്റ് എന്താവണം? ആദ്യം ഓപ്പൺ ആവണം, ദെൻ കണക്റ്റഡ് ആവണം. ഓപ്പൺ കണക്റ്റഡ് set is called domain. So open connected സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡൊമെയിൻ എന്ന് വിളിക്കുന്നത്. So for example, if you consider the set modulus of z minus z0 is less than r. ഇതെന്താണിത്? നമുക്കറിയാം, ഇത് z0 എന്ന് പറയുന്ന പോയിന്റിനെ സെൻറ്റർ ആക്കിയിട്ടുള്ള r റേഡിയസ് വരുന്ന ഒരു ഡിസ്ക്കാണ്, അല്ലെങ്കിൽ നെയ്ബർഹുഡാണ്, അല്ലെങ്കിൽ ഒരു സർക്കിളാണ്. അതിൻ്റെ ഇൻറ്റീരിയർ ഓഫ് ദ റീജിയൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ലെസ് ദാൻ ആർ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള പോർഷൻസ് ആണ്. ആൻഡ് യു നോ വിച്ച് ഈസ് എൻ ഓപ്പൺ സെറ്റ്. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്തതാണ്. ഇതെന്ത് സെറ്റാണ്? ഇതൊരു ഓപ്പൺ സെറ്റാണ്. കാരണം ഇതിനകത്ത് ഏതൊരു പോയിൻ്റ് എടുത്താലും അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന നെയ്ബർഹുഡ് മുഴുവനായിട്ടും അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് പറ്റും. ദെർഫോർ ദിസ് സെറ്റ് ഈസ് എൻ ഓപ്പൺ സെറ്റാണ്. പിന്നെയോ ഈ സെറ്റിനകത്തെ, അതായത് ഇതിൻ്റെ ഉള്ളിൽ ഏത് രണ്ട് പോയിൻ്റ് എടുത്താലും അവരെ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ വെച്ചിട്ട് ഒന്നിൽ കൂടുതൽ സ്ട്രൈറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യാം. ആ സ്ട്രൈറ്റ് ലൈൻസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും അല്ലേ? ദെർഫോർ ഇറ്റ് ഈസ് കണക്റ്റഡ്. Therefore modulus of z minus z0 less than r എന്ന് പറയുന്ന ഇൻറ്റീരിയർ ഓഫ് ദ റീജിയൻ ഓർ നൈബർഹുഡ് ഓഫ് എ പോയിന്റ് വിൽ ബി ഓൾവേസ് ഓപ്പണും ആണ് കണക്റ്റഡും ആണ്. അതുകൊണ്ട് അത് എന്താണ്? ഡൊമെയിൻ ആണ്. Therefore it is a domain. റൈറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ നോക്കാം. റിയൽ പാർട്ട് ഓഫ് സെഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇതെന്താ റിയൽ പാർട്ട് ഓഫ് സെഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ യു നോ വിച്ച് ഈസ് റിയൽ പാർട്ട് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ x ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ്. ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വിച്ച് ഈസ് എൻ ഓപ്പൺ സെറ്റ് ആണ്. മാത്രമല്ല ഇത് കണക്റ്റഡുമാണ്. കാരണം ഈ ഭാഗത്ത് ഏത് രണ്ട് പോയിൻറ്റ്സ് എടുത്താലും നമുക്ക് അവരെ ജോയിൻ ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ ആ ഭാഗത്ത് തന്നെ കിടക്കും അല്ലേ? ഇതിൻ്റെ ഇപ്പുറത്തൊരു പോയിൻറ്റും ഇപ്പുറത്തൊരു പോയിൻറ്റും എടുത്താൽ മാത്രമേ അവരെ ജോയിൻ ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ ഇതിൻ്റെ ഈ വശത്തേക്ക് വരുള്ളൂ. പക്ഷേ നമ്മൾ എടുക്കുന്നത് എവിടെയാണ്? നമ്മുടെ സെറ്റിൽ തന്നെയുള്ള രണ്ട് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ഭാഗത്തെ ഏത് രണ്ട് പോയിൻ്റ് എടുത്താലും അവരെയും ജോയിൻ ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ ആ ഭാഗത്ത് തന്നെ കിടക്കും. അതുകൊണ്ട് ആ പോർഷൻ എന്തായി മാറുന്നു? കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റായി മാറുന്നു. അപ്പോൾ അത് ഓപ്പണുമാണ് കണക്റ്റഡുമാണ്. ദെർഫോർ ഇറ്റ് ഈസ് എ ഡൊമെയിൻ. അതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇമാജിനറി പാർട്ട് ഈസ് ലെസ് ദാൻ 1 എന്നോ, അല്ലെങ്കിൽ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്നോ, അല്ലെങ്കിൽ 1 ലെസ് ദാൻ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ 2 എന്നോ, അല്ലെങ്കിൽ 2 ലെസ് ദാൻ റിയൽ പാർട്ട് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ 3 എന്നോ, ഇങ്ങനെ വരുന്നതൊക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഓപ്പൺ സെറ്റാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ കണക്റ്റഡും കൂടിയാണ്. ദെർഫോർ ദേ ആർ ഡൊമെയിൻ ഇൻ കോംപ്ലെക്സ് പ്ലെയിൻ. For one more example, -1 less than or equal to imaginary part of z is less than 4. ഇതിൻ്റെ ഗ്രാഫ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്
ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ -1 വൈ ആക്സിസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് നോക്കുക. അതിനകത്ത് -1 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും അല്ലേ. അപ്പോൾ -1 കൂടെ പാസ് ചെയ്ത് പോകുന്ന സ്ട്രൈറ്റ് ലൈൻ ആണ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ അർത്ഥം. റൈറ്റ്. ഇനി ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഓക്കെ. ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ഇവിടെ 1, ഇവിടെ 2, 3, 4 വിൽ ബി ഹിയർ. സോ ദിസ് വിൽ ബി ദ ലൈൻ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു 4. ഇനി നമ്മളോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്ന റീജിയൻ ഏതാ? -1-ക്കാൾ വലുത്. -1-നേക്കാൾ വലുത് പറഞ്ഞാൽ മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ റീജിയൻ മുകളിലേക്ക്. ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഈസ് ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ അതിലേക്ക് താഴെ, 4-നേക്കാൾ താഴെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇൻ്റർമീഡിയറ്റ് റീജിയൻ അല്ലെങ്കിൽ ഈ ഒരു ഇടയ്ക്ക് വരുന്ന റീജിയനാണ് നമുക്ക് എടുത്തിരിക്കുന്നത്. പക്ഷേ -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് വരുന്ന റീജിയനും എടുക്കണം, പിന്നെ ഈ സ്ട്രൈറ്റ് ലൈനും എടുക്കണം. ഇവിടെ ഈക്വൽ ടു ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന ഈ ലൈനും കൂടെ നമ്മുടെ ഗ്രാഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഈ ഡാർക്കൻ ചെയ്തിട്ടുള്ള ലൈനും പിന്നെ ഇടയ്ക്കുള്ള റീജിയനും. ഈ ലൈൻ ഇല്ല, ഈ ലൈൻ വരെ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സെറ്റ്. ഓക്കെ. അപ്പോൾ ഇത് ഡൊമെയിൻ ആണോ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ഇത് ഡൊമെയിൻ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഡൊമെയിൻ ആവണമെങ്കിൽ കണക്റ്റഡും ആവണം, ഓപ്പണും ആവണം. കണക്റ്റഡ് ആണോ എന്ന് ആദ്യം നോക്കാം. ഈ ഭാഗത്തെ ഏത് 2 പോയിൻറ്റ്സ് എടുത്താലും അവരെ ജോയിൻ ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈൻ തീർച്ചയായിട്ടും അവിടെ തന്നെ ഉണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഇവിടെയും എവിടെയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജോയിൻ ചെയ്യാം. അപ്പോഴും ആ സ്ട്രൈറ്റ് ലൈൻസ് ഒക്കെ അവിടെ തന്നെയാണ് ഉള്ളത്, ഇതിൻ്റെ പുറത്തേക്ക് വരുന്നില്ല. Therefore clearly this region or this portion is connected. It is a connected portion. അല്ലേ? ഈ ഗ്രാഫിൽ ഈ തന്നിരിക്കുന്ന സെറ്റ് എന്താണ്? കണക്റ്റഡ് ആണ്. ഇനി അടുത്തത് എന്ത് വേണം? ഓപ്പൺ കൂടി ആയാലേ നമുക്ക് ഡൊമെയിൻ എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഓപ്പൺ ആണോ എന്ന് എങ്ങനെയാണ് നോക്കുക? എല്ലാ പോയിൻറ്റ്സും ഇൻറ്റീരിയർ പോയിൻ്റ് ആകുമ്പോഴാണ് ഓപ്പൺ ആവുന്നത്. എല്ലാ പോയിൻറ്റ്സും ഇൻറ്റീരിയർ പോയിൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റിലെ എവിടെ പോയിൻ്റ് എടുത്താലും അവരെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു നെയ്ബർഹുഡെങ്കിലും മുഴുവനായിട്ടും അവിടെ തന്നെ കാണണം. ഇപ്പോൾ ഇവിടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ തന്നെ കാണും അല്ലേ. ഒരു സർക്കിളെങ്കിലും മുഴുവനായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും ഇതിനകത്ത് വരുന്ന പോലെ. പക്ഷേ ഈ സ്ട്രൈറ്റ് ലൈനിൽ നമ്മളൊരു പോയിൻ്റ് എടുത്ത്, ഈ സ്ട്രൈറ്റ് ലൈനും നമ്മുടെ സെറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ സ്ട്രൈറ്റ് ലൈൻ നമ്മുടെ സെറ്റിൽ ഇൻക്ലൂഡഡ് അല്ല എങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു, അത് ഡൊമെയിൻ ആയേനെ. പക്ഷേ ഈ സ്ട്രൈറ്റ് ലൈൻ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും പോയിൻ്റ് എടുക്കാമെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് എടുത്താൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സർക്കിൾ മുഴുവനായിട്ടും ഇതിനകത്ത് വരുമോ? ഇല്ല, തീർച്ചയായിട്ടും ഇതിൻ്റെ ഇപ്പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഇതെന്താവില്ല, ഇവിടെ എടുക്കുന്ന പോയിൻറ്റ്സുകളൊന്നും തന്നെ ഈ സെറ്റിൻ്റെ ഇൻറ്റീരിയർ പോയിൻറ്റുകൾ ആവില്ല. Therefore this set is not open. കണക്റ്റഡ് ആണ് പക്ഷേ ഓപ്പൺ അല്ല, അതുകൊണ്ട് ഇത് എന്താവുന്നില്ല. Therefore it is not a domain. അപ്പോൾ ഇങ്ങനെ വരുന്ന എക്സാമ്പിൾസുകൾ എന്താവില്ല? നോട്ട് എ ഡൊമെയിൻ ആവില്ല. അപ്പോൾ ഇങ്ങനെ എടുത്താലോ 1 = റിയൽ പാർട്ട് ഓഫ് സെറ്റ് ഡൊമെയിൻ ആവുമോ? ഒരിക്കലുമില്ല. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു 4 ഡൊമെയിൻ ആവുമോ? ഇല്ല. സ്ട്രൈറ്റ് ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഡൊമെയിൻ ആവില്ല. കാരണം സ്ട്രൈറ്റ് ലൈനിൽ വരുന്ന പോയിൻറ്റ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന നെയ്ബർഹുഡ് മുഴുവനായിട്ടും സ്ട്രൈറ്റ് ലൈൻ്റെ ഉള്ളിൽ നിൽക്കില്ല, അപ്പുറം ഇപ്പുറമായിട്ട് പോകും. അതുകൊണ്ടത് ഇൻറ്റീരിയർ പോയിൻ്റ് ആവില്ല, പിന്നീട് അത് ഡൊമെയിനിലേ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കും വരില്ല. Therefore they are not domain. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഇക്വാലിറ്റി എടുക്കുന്ന സമയത്ത് നമ്മളത് ഡൊമെയിൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആവില്ല കേട്ടോ. റെഡി. സ്ട്രിക്ട്ലി ലെസ് ദാൻ എടുക്കുകയാണെങ്കിൽ ആവുന്നുണ്ട്. ഓക്കെ. നൗ വി ആർ മൂവിങ് ടു വാട്ട് ആർ കോംപ്ലെക്സ് ഫങ്ഷൻസ്. കോംപ്ലെക്സ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ നമ്പേഴ്സിൽ നിന്നും റിയൽ നമ്പേഴ്സിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫങ്ഷൻസിനാണ് നമ്മൾ റിയൽ ഫങ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോംപ്ലെക്സ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലെക്സ് നമ്പേഴ്സിൽ നിന്നും കോംപ്ലെക്സ് നമ്പേഴ്സിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ള മാപ്പുകളെയാണ് നമ്മൾ കോംപ്ലെക്സ് ഫങ്ഷൻസ് എന്ന് വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ഡൊമെയിൻ ഏതാണ്? സി തന്നെ. റേഞ്ചും ഏതാണ്? സി തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു സെഡ് എന്ന് പറയുന്ന കോംപ്ലെക്സ് നമ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആ സെഡിനെ മറ്റൊരു കോംപ്ലെക്സ് നമ്പറായ ഡബ്ല്യുയിലേക്ക് മാപ്പ് ചെയ്യുന്നു. സോ ദിസ് ഈസ് അവർ കോംപ്ലെക്സ് ഫംഗ്ഷൻ അല്ലേ. കോംപ്ലെക്സ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? കോംപ്ലെക്സ് നമ്പേഴ്സിനെ കോംപ്ലെക്സ് നമ്പേഴ്സുകളിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നമ്മളൊരു സെഡ് അപ്ലൈ ചെയ്താൽ എഫ് ഈ സെഡിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും? ഡബ്ല്യു എന്ന് പറയുന്ന മറ്റൊരു കോംപ്ലെക്സ് നമ്പറിലേക്ക് മാപ്പ് ചെയ്യുന്നു. റൈറ്റ്. സോ ദിസ് ഈസ് ദി കോംപ്ലെക്സ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ഡബ്ല്യുവിനെ നമുക്ക് അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം? സെഡിനെ എഫ് ഡബ്ല്യുയിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഡബ്ല്യു = എഫ് സെഡ് അല്ലേ. സെഡിൻ്റെ ഇമേജ് ഡബ്ല്യു ആണ് എന്ന് നമ്മൾ എഴുതാറുണ്ട്. സോ ഡബ്ല്യു = എഫ് സെഡ് എന്ന് എഴുതാം നമുക്ക് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു കോംപ്ലെക്സ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്.
റൈറ്റ്. ഇനി സെഡ് കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ സെഡിന് എന്തുണ്ടാവും? ഒരു ഇമാജിനറി പാർട്ടും ഒരു റിയൽ പാർട്ടും ഉണ്ടാകും. അപ്പോൾ സെഡിന് നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എന്നാണ് എഴുതാറുള്ളത്. അതേപോലെ ഡബ്ല്യൂയും ഒരു കോംപ്ലക്സ് നമ്പറാണ് അല്ലേ. അപ്പോൾ ഡബ്ല്യു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡബ്ല്യൂയും ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോർമാറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റണ്ടേ നമുക്ക്? അപ്പോൾ ഇതിനെ നമ്മൾ എഴുതുന്നത് ഒരു യു പ്ലസ് ഐ വി എന്നാണ്. സെഡ് കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതുന്നു. ഡബ്ല്യൂയും കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് അതിനും റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഉണ്ടാകും. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എങ്ങനെ എഴുതുന്നു? യു പ്ലസ് ഐ വി എന്ന് എഴുതുന്നു. റൈറ്റ്. ഇഫ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ then complex function w is equal to f set can be written u plus iv, where u is the real part of w and v will be the imaginary part of w. റൈറ്റ്. ഇനി യുവും വിയും ഒക്കെ എന്തായിരിക്കും? ഫങ്ഷൻസ് ആയിരിക്കും. കാരണം എന്താണ്? എക്സിനെ മാപ്പ് ചെയ്യുന്നതായിരിക്കും യു, അതുപോലെ വൈനെ മാപ്പ് ചെയ്യുന്നതായിരിക്കും കറസ്പോണ്ടിങ് യുവും വിയും എക്സിനെയും വൈനെയും മാപ്പ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ഇവിടുത്തെ യു ആൻഡ് വി ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ യു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. വി എന്ന് പറഞ്ഞാൽ അതും ഒരു ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ഇനി യുവിന് വേറൊരു പ്രത്യേകത കൊണ്ടുണ്ട്, റിയൽ പാർട്ട് ഓഫ് ഡബ്ല്യു ആണ്. വി എന്താണ്? ഇമാജിനറി പാർട്ട് ഓഫ് ഡബ്ല്യു ആണ്. So, any complex function w is equal to f z can be written u of xy plus I into v of xy, where u of xy is the real part of w and v of xy will be the imaginary part of w. Clear ആണോ? അപ്പോൾ കോംപ്ലക്സ് ഫംഗ്ഷൻസിനെ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ഹാവ് എ ഫംഗ്ഷൻ എഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ. ഇതെൻ്റെ മാപ്പാണ്. കോംപ്ലക്സ് ഫംഗ്ഷൻ ആണെന്ന് വേഗം മനസ്സിലാക്കാം. സെഡ് ആണ് തന്നിരിക്കുന്നത്. സെഡ് കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ. സോ എഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്ന് തന്നു കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് എഫ് സെഡ് ഇസ് ഈക്വൽ ടു, സെഡിനെ നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്യും? എക്സ് പ്ലസ് ഐ വൈ ആക്കി റീപ്ലേസ് ചെയ്യും. അപ്പോൾ എക്സ് പ്ലസ് ഐ വൈ ദ സ്ക്വയർ എന്നാണ് അർത്ഥം. അപ്പോൾ അതിനെങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു ഐ വൈ അല്ലേ. സോ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy. x minus I y is the whole square will be I square വരും. I square minus 1 ആണ്. Y square is y square. So we get minus y square plus I into 2xy. അപ്പോൾ അതിനെ ഞാൻ I ഉള്ള ടേം I ഇല്ലാത്ത ടേം ആക്കി സ്പ്ലിറ്റ് ചെയ്തു. So that f set can be written x square minus y square plus I into 2xy എന്ന് എഴുതാം. അതായത് ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ പ്ലസ് I into another function of xy. അപ്പോൾ ഇവിടുത്തെ u of xy ആണ്. That is f set can be written u of xy plus I into v of xy, where u of xy എന്താണ്? u of xy എന്ന് പറഞ്ഞാൽ x square minus y, I ഇല്ലാത്ത ടേമാണ്. v of xy എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടാണ്, I ഉള്ള ടേമാണ്, അതായത് 2xy. അപ്പോൾ കോംപ്ലക്സ് ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്തു? എഫ് സെറ്റ് ഈക്വൽ ടു സെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന കോംപ്ലക്സ് ഫംഗ്ഷനെ യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ ഫോർമാറ്റിലേക്ക് മാറ്റി എഴുതാനായിട്ട് പറ്റും. ഏത് കോംപ്ലക്സ് ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാനും പറ്റും. യുവും വൈയും ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ. മറ്റൊരു എക്സാമ്പിൾ, എഫ് സെഡ് ഇസ് ഈക്വൽ ടു 6z minus 5 plus 9i. So we want to write it as in the form of u plus iv. ഇതിന് നമ്മൾ u plus iv എന്ന് പറയുന്ന ഫോർമാറ്റിലാക്കി എങ്ങനെയാണ് മാറ്റുക? So this can be written, സെഡിനെ നമ്മൾ x plus iy സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So set can be written x plus iy minus 5 plus 9i. That is 6x plus 6iy minus 5 plus 9i. ഇനി ഐ ഇല്ലാത്ത ടേമിനെയും ഐ ഉള്ള ടേമിനെയും ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ 6x മൈനസ് 5ൽ ഐ ഇല്ല, അപ്പോൾ അത് ഒരുമിച്ച് എഴുതി. പ്ലസ് ഐ ഉള്ള ടേംസ് ക്ലബ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ബി ടേക്കൺ ഔട്ട്സൈഡ് 6y plus 9. So this is our f set. So f set can be written some u plus I into v. അല്ലേ, f set can be written u of xy plus I into v of xy എന്ന് എഴുതാൻ പറ്റും. Where u of xy എന്താ കിട്ടുന്നത്? u എന്താ കിട്ടുന്നത്? 6x minus y. v എന്താ കിട്ടുന്നത്? 6y plus 9. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏത് കോംപ്ലക്സ് ഫംഗ്ഷനെയും മാറ്റി എഴുതാനായിട്ട് പറ്റുന്നു. മറ്റൊരു എക്സാമ്പിൾ, എഫ് സെഡ് ഈക്വൽ ടു 3z bar square plus 2z. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ, നമുക്ക് സെഡിന് എക്സ് പ്ലസ് ഐ വൈ എന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ സെഡ് ബാർ എന്താണ്? സെഡ് ബാർ, ഇഫ് സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ദെൻ സെഡ് ബാർ വിൽ ബി എക്സ് മൈനസ് ഐ വൈ, ഇറ്റ്സ് കോൺജുഗേറ്റ്. അപ്പോൾ നമ്മൾ 3 ഇൻറ്റു സെഡ് ബാർ ക്യാൻ ബി റിട്ടൺ എക്സ് മൈനസ് ഐ വൈ ദ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് ഐ വൈ. സെഡിനെ എക്സ് പ്ലസ് ഐ വൈ ആയും സെഡ് ബാറിനെ എക്സ് മൈനസ് ഐ വൈ ആക്കിയും റീപ്ലേസ് ചെയ്യുക. ഇത് നമ്മൾ സാധാരണ സോൾവ് ചെയ്യുന്ന പോലെ ഇത് സോൾവ് ചെയ്യുക. 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു ഐ വൈ പ്ലസ് 2x
plus 2iy. Then I ഉള്ള ടേംസും I ഇല്ലാത്ത ടേംസും ഗ്രൂപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് 3x square. 3 have to multiply by these all terms. So 3x square, I square is minus 1. Therefore that will be minus 3y square minus I into 2xy plus 2x plus I into 2y. So this can be written 3x square minus 3y square plus 2x. I ഇല്ലാത്ത ടേംസ് ഒക്കെ ഗ്രൂപ്പ് ചെയ്തു. പ്ലസ് I ഇൻറ്റു I ഉള്ള ടേംസ് ഗ്രൂപ്പ് ചെയ്താൽ 2y ഇവിടെ വരും മൈനസ് 2xy. So this is u, this is v. അല്ലേ? അപ്പോൾ എഫ് സെറ്റ് ക്യാൻ ബി റിട്ടൺ u plus iv where u equal to 3x square minus 3y square plus 2x, v equal to 2y minus 2xy. അപ്പോൾ ഇതിൽ എല്ലാ കോംപ്ലക്സ് ഫംഗ്ഷൻസിനെയും നമുക്ക് u plus iv ഫോർമാറ്റിലേക്ക് എഴുതാനായിട്ട് പറ്റുന്നു. So next we have a question. Evaluate functions at the given points. അപ്പോൾ നമുക്കൊരു സപ്പോസ് we have a function f z is equal to 2x minus y square plus I into xy cube minus 2x square plus 1. So we have to evaluate this function at the point at z is equal to 2i. So how can you evaluate this function at z is equal to 2i? സാധാരണ നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഫ് ഓഫ് 1 ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, എക്സിന് 1 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് സെഡിന് പകരം 2i എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. റൈറ്റ്? ഇനി ഇഫ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിലാണ് ഇവിടുത്തെ എക്സും വൈയും എന്ത് വരുന്നത്, കറസ്പോണ്ടിങ് റിയൽ പാർട്ടും കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്ടും വരുന്നത്. ഇവിടെ സെഡിൻ്റെ ഫോർമാറ്റ് എന്താ തന്നിരിക്കുന്നത്, വി ഹാവ് ഗിവൺ ദാറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 2i. ദാറ്റ് മീൻസ് 0 പ്ലസ് 2i എന്നാണ് അതിൻ്റെ അർത്ഥം. ദെർഫോർ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാ, റിയൽ പാർട്ട് ഓഫ് സെഡ് ആണ്. വാട്ട് ഈസ് റിയൽ പാർട്ട് ഓഫ് സെഡ്? 0 അല്ലേ? ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ എന്താ, ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ആണ്. വാട്ട് ഈസ് ഇമാജിനറി പാർട്ട് ഓഫ് സെഡ് ഹിയർ? 2i ആണ് നമുക്ക് തന്നിരിക്കുന്ന സെഡ് എങ്കിൽ ഇമാജിനറി പാർട്ട് 2, ഐയുടെ കൂടെ വരുന്ന ടേമാണ്, കോഎഫിഷ്യൻ്റ് ആണ് ഇമാജിനറി പാർട്ട്, ദാറ്റ് ഈസ് 2. So we get xഉം കിട്ടി yയും കിട്ടി. Then we can evaluate this f set. Therefore f set is equal to, we have this function 2 into x. X is 0, right? So 2 into 0 minus y square. Y square is 2 square. Plus I into x is 0, 2 cube minus 2 into 0 square plus 1. അല്ലേ? എക്സ് എന്താണ് വൈ ഏതാണെന്ന് നമുക്ക് തന്ന സെഡിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടാണ്, വൈ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടാണ്. സെഡ് ഇസ് ഈക്വൽ ടു 2i എന്ന് തന്നാൽ അവിടെ എക്സ് എത്രയാണ്, 0, റിയൽ പാർട്ട് 0. വൈ എത്രയാണ്, ഇമാജിനറി പാർട്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, അതിവിടെ എത്രയാണ്, 2 ആണ്. ദെൻ നമുക്ക് എക്സും വൈയും തന്ന കാര്യങ്ങളിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി ഇവിടെ സെഡ് ഉപയോഗിച്ച് തന്നതെങ്കിൽ നമുക്ക് സെഡിനെ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമായിരുന്നു കേട്ടോ. f set is equal to this, that is equal to 0 minus 4 plus I into 0 minus 0 plus 1, so that we get minus 4 plus I. ഇതാണ് നമുക്ക് കിട്ടുന്ന f set. This is our f set. minus 4 plus I. അതിനെ നമുക്ക് വേണമെങ്കിൽ u plus I എന്ന് എഴുതാം, u plus iv എന്ന് എഴുതാം. u എത്രയാണ് അവിടെ, -4. v എത്രയാണ് അവിടെ, ഐയുടെ കൂടെയുള്ള ടേമാണ് v. ഐയുടെ കൂടെ ഒന്നുമില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 1 ഉണ്ട് എന്നാണ്. സോ v എത്രയാണ്, 1 ആണ്. ക്ലിയർ? One more problem. We have f set is equal to e raised to x cos y plus I into e raised to x sin y. We have to evaluate this function at z is equal to I pi by 4. So when z is equal to I pi by 4, we have x is equal to real part of z. Here real part is 0 and y equal to imaginary part of z. Imaginary part is actually 1 pi by 4. ശരിയല്ലേ? നോക്കൂ, 0 ആണ് തന്നിരിക്കുന്നത്. അതായത് I ഇൻറ്റു പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ റിയൽ പാർട്ട് എന്താ, 0 ആണ്. ഓക്കെ. ദെൻ when you have x and y, we can evaluate f z. What is f z? e raised to x, x is 0, cos y is pi by 4. Plus I into e raised to 0 sin pi by 4. So what is e raised to 0? E raised to 0 is 1. Cos pi by 4, 1 by root 2. Plus I into e raised to 0 is 1. Sin pi by 4, again 1 by root 2. So that we get 1 by root 2 plus I into 1 by root 2. So f set can be written again u plus iv, where that is f set can be written u plus iv, comma u is 1 by root 2 and v is also 1 by root 2.